കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ചേരുന്നതിൽ എതിർപ്പ് ശക്തമാക്കുകയാണ് CPI. പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം നടത്താനുള്ള കുറുക്കുവഴിയാണ് PM ശ്രീ. പദ്ധതി നടപ്പിലാക്കില്ല എന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. RSS അജണ്ട നടപ്പിലാക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയ വിഷയത്തിൽ CPIക്കും CPIMനും ഒരേ നിലപാടാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. PMC എന്ന് പറയുന്നാൽ അതിൻ്റെ ആത്മാവ് NEP ആണ്, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020. അത് വിദ്യാഭ്യാസ രംഗത്തെ RSSൻ്റെ അജണ്ട നടപ്പിലാക്കാനുള്ള കുറുക്കുവഴിയാണ് NEP. ആ NEPയുമായിട്ട് ബന്ധമാണ് PMC എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ എതിർക്കുന്നത്. അതുകൊണ്ടാണ് CPIM എതിർക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ശക്തികളും എതിർക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ മര്യാദ ബോധമുള്ള മനുഷ്യരും എതിർക്കുന്നത്. അങ്ങനെ ഒന്നിനെ കേരള സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി സെയ്ഫ് സൈലാബ്ദീൻ. സെയ്ഫ്, ഈ പദ്ധതി ഫണ്ട് കിട്ടാനുള്ള പരിപാടി മാത്രമാണെന്ന് വിശദീകരിക്കാൻ CPIMകാർ ശ്രമിക്കുമ്പോൾ അല്ല, ഈ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധിതമാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് നമ്മൾ എതിരാണ്, അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഒന്ന്. രണ്ട്, CPIM ഈ പദ്ധതിയുമായിട്ട് പോവുകയാണല്ലോ. ഇല്ല, അവർ പോകില്ല എന്ന് പറയുന്നു. ജനറൽ സെക്രട്ടറി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിന്റെ ഈ വിഷയത്തിന്റെ സ്റ്റാറ്റസ് ഇപ്പോൾ എന്താണ് സെയ്ഫ്? നിഷാദ്, ഈ പദ്ധതിയുടെ ഭാഗമാകാൻ വേണ്ടിയുള്ള നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നൽകിയത്. അതിന്റെ ഭാഗമായി മുന്നോട്ട് പോയിക്കോളൂ എന്നുള്ള നിലപാട് മുഖ്യമന്ത്രി തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കും നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി തുടർച്ചയായി പറയുന്നത് ഇത് താൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം എന്നുള്ള നിലയിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷെ CPIക്കുള്ള ഇതിനകത്തുള്ള എതിർപ്പ് അത് ആദ്യഘട്ടം മുതൽ അവരത് പരസ്യമായി രേഖപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ആത്മവിശ്വാസം ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിലുണ്ട്. രാവിലെ മന്ത്രിമാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ബിനോയ് വിശ്വം കണ്ടിരുന്നു. 4 മന്ത്രിമാരും എത്തി. അതിനകത്ത് മന്ത്രിമാർക്ക് CPIയുടെ നേതൃത്വം നൽകിയ നിർദ്ദേശം മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിലേക്ക് ഈ വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ, അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിലേക്ക് ഈ വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം അദ്ദേഹം രാവിലെ തന്നെ നൽകിയിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, ദേശീയ വിദ്യാഭ്യാസ നയം എന്നുള്ളത് ഒരു സംഘപരിവാർ വൽക്കരണമാണ് വിദ്യാഭ്യാസ രംഗത്തെ. അതിന്റെ ഭാഗമാണ് PM ശ്രീ. ആ പദ്ധതിയുടെ ഭാഗമാവുകയാണെന്നുണ്ടെങ്കിൽ, അത് PM ശ്രീ നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിലും അത് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി മാറും. അതുകൊണ്ട് അതിന് വേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ MA ബേബി പറഞ്ഞൊരു കാര്യത്തിന് ഒരു ഉത്തരം അദ്ദേഹം കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. MA ബേബി പറയുന്നുണ്ടായിരുന്നു, ഈ പദ്ധതിയുമായി അത് RSS വൽക്കരണമാണ്, അത് നടപ്പാക്കില്ല എന്ന് കൃത്യമായി തന്നെ MA ബേബി പറഞ്ഞിരുന്നു. അതിൽ വിശ്വസിക്കുകയാണ് CPI ഇപ്പോൾ ചെയ്യുന്നത്. അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനകത്ത് എന്ത് നിലപാടെടുക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ നിലപാട് ഇതിനകത്ത് നിർണായകമായിട്ട് വരിക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും CPI അവരുടെ വിയോജിപ്പ് ശക്തമായി രേഖപ്പെടുത്തുന്നു. അതൊരു നയപരമായ പ്രശ്നമായിട്ട് അവർ കാണുകയാണ്.